ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന അല്പം വണ്ണമുള്ള മരക്കൊമ്പുകളും അതുപോലെ പറമ്പിലുള്ള കുഞ്ഞു മരങ്ങളൊക്കെ സ്ത്രീകൾക്ക് പോലും എളുപ്പത്തിൽ മുറിക്കാൻ പറ്റാവുന്ന ഒരു ഉപകരണത്തെ പറ്റിയാണ് പറയുന്നത്. ട്രീ പ്രൂണർ കാറ്റഗറിയിൽപ്പെട്ട ഈ പ്രൊഡക്റ്റ് ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1500 രൂപയിൽ താഴെ വിലയിൽ വാങ്ങാവുന്നതാണ്. മരത്തിന്റെ മുകളിലേക്ക് നമ്മൾ പിടിക്കുന്ന സ്റ്റിക്ക് ഒഴികെ ബാക്കി ഈ വീഡിയോയിൽ കാണുന്ന ഈ ഭാഗം മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നത്. നമുക്ക് ആവശ്യമായ വണ്ണത്തിലും നീളത്തിലുമുള്ള ഒരു GI പൈപ്പ് വാങ്ങിയിട്ട് എങ്ങനെയാണ് ഇതുമായി കണക്ട് ചെയ്യുന്നതെന്ന് ഇനി പറയാം. ആദ്യമായി പ്രൂണറിന്റെ ഹാൻഡിൽ GI പൈപ്പിന്റെ അറ്റത്ത് ഫിറ്റ് ചെയ്യുന്നതിനായി വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. പ്രൂണറിന്റെ ബ്ലാക്ക് ഹാൻഡിൽ പൈപ്പിൽ ഇറങ്ങുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഈ ബ്ലാക്ക് ഹാൻഡിലിൽ 2 സ്ക്രൂ ഹോൾസ് കാണാം. അത് പൂർണ്ണമായും പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. കാരണം ഈ 2 ഹോൾസിലൂടെ തന്നെയാണ് GI പൈപ്പിൽ ഇടുന്ന നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന T ആകൃതിയിലുള്ള സ്ലോട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ച് വിടർത്തി പ്രൂണറിന്റെ ഹാൻഡിൽ അതിലേക്ക് ഇറങ്ങാൻ പാകത്തിലാക്കി വെക്കണം. അതിനുശേഷം ഹാൻഡിലിൽ ഉള്ള ഹോളിനനുസരിച്ച് GI പൈപ്പിലും ഹോൾസ് ഇടുക. ഇത്തരം വർക്കുകൾ ചെയ്ത് ശീലമില്ലാത്തവർക്ക് ഒരു ഇൻഡസ്ട്രിയൽ വർക്കറോട് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ പ്രൂണറിലുള്ള വാള് ഊരി മാറ്റുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഊരി മാറ്റാവുന്നതാണ്. ഈ ഉപകരണത്തിന്റെ കൂടെയുള്ള ബ്ലാക്ക് ചരട് കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രൂണർ പൈപ്പിലേക്ക് ഇറക്കി വെച്ച ശേഷം ആവശ്യമായ സൈസിലുള്ള നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഒരു നട്ടും ബോൾട്ടും മാത്രം ഉപയോഗിച്ച് പ്രൂണർ പൈപ്പിൽ ഘടിപ്പിക്കാൻ ശ്രമിക്കരുത്. നിർബന്ധമായും 2 നട്ടും ബോൾട്ടും ഉപയോഗിക്കേണ്ടതാണ്. ഒരു സെറ്റ് നട്ടും ബോൾട്ടും മാത്രം ഉപയോഗിച്ചാൽ നമ്മൾ വാൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഒരു ബലക്ഷയത്തിനും അത് വാൾ ഒടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുപോലെ ഓരോ സെറ്റിലും 2 നട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ സ്പ്രിംഗ് വാഷർ കൂടി യൂസ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന സമയത്ത് ലൂസായി പോകാതിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാള് കൂടി ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. വാളിനും 2 സെറ്റ് നട്ടും ബോൾട്ടും തന്നെ ഉപയോഗിക്കണം. ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് 2 രീതിയിൽ കട്ടിംഗ് ചെയ്യാം. ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം താഴെയുള്ള റോപ്പ് വലിച്ചിട്ട് കട്ടിംഗ് എല്ലാം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി റോപ്പ് താഴേക്ക് തൂങ്ങിക്കിടക്കാത്ത രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ കെട്ടിയിടാം. മരം കട്ട് ചെയ്യുന്ന സമയത്ത് ഈ റോപ്പ് അഴിക്കേണ്ടതില്ല. അല്ലാതെ തന്നെ റോപ്പ് താഴെ നിന്ന് വലിച്ചിട്ട് കട്ടിംഗ് നടത്താവുന്നതാണ്. റോപ്പ് അഴിഞ്ഞു പോവാതിരിക്കാൻ ഈ രീതിയിൽ തന്നെ കെട്ടുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഉപകരണം ഉപയോഗിച്ച് 2 രീതിയിൽ നമ്മുടെ പറമ്പിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കാണാം. വാൾ ഉപയോഗിച്ച് അല്പം വണ്ണമുള്ള മരം കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്ലോട്ട് ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് സ്പീഡിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഈ ഉപകരണം ഉപയോഗിച്ച് സ്ത്രീകൾക്ക് പോലും പ്രയാസമില്ലാതെ മരം കട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ വൈദ്യുതി ലൈനുകൾ പോകുന്ന വഴിയിൽ ഇത്തരം വാൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിങ്ങിന് ശേഷം വാളിൽ മരത്തിന്റെ കറ തുടച്ചു കളഞ്ഞ് ഏതെങ്കിലും ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യണം. ഫാൽക്കൺ എന്ന കമ്പനിയുടെ മറ്റൊരു മോഡലും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച മോഡലിനെ അപേക്ഷിച്ച് ഇതിന് ചെറിയൊരു ന്യൂനതയുണ്ട്. ഇതിൽ GI പൈപ്പ് കണക്ട് ചെയ്യാൻ ഒരു നട്ടും ബോൾട്ടും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് പരിഹാരമായി
TVS പോലുള്ള ബ്രാൻഡഡ് നട്ടും ബോൾട്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.